അതല്ല ഇത് എവിടെ നിന്ന് ചോര. ഗൈസ് നമ്മൾ ഇന്നത്തെ വീട് എന്ന് പറഞ്ഞാൽ കുറച്ച് വാഹോലാലുണ്ട്, അതിന് ഷീറ്റൊക്കെ മുഴുവൻ പൊട്ടിപ്പോയി. അപ്പോൾ ജസ്റ്റ് അവന്മാരെ ഒന്ന് മാറ്റണം. ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ, വാഹോലാലിൻ്റെ ഷീറ്റെല്ലാം കീറിപ്പോയി. ഇതേമാതിരി തീറ്റ ഫുഡിൻ്റെ ഈ പിടിക്കുന്ന സമയത്ത് കൊണ്ടിങ്ങനെ ഷീറ്റെല്ലാം കീറിപ്പോയതാണ്. അപ്പോൾ ആ ഷീറ്റൊന്ന് മാറണം. അപ്പോൾ അലിഗേറ്ററുകാർ കിടപ്പുണ്ട്. എന്താകുമെന്ന് അറിയില്ല, അവന്മാർ പിടിച്ച് മാറ്റണം. പിടിച്ച് സെറ്റായി. അതെ, പൊക്കെ പൊക്കെ പൊക്ക്. തല പുറത്തേക്ക് തല പുറത്തിട്ടേ തല പുറത്തിട്ടേ തല പുറത്തിട്ട് തല കാണിച്ചത്. തല അവന് പുറത്തിട്ടത്, അല്ലെങ്കിൽ പണിയാവും. വെള്ളം പറ്റിക്കണ്ടായിരുന്നു. ഇച്ചിരി കൂടുതൽ എന്ത് പറ്റിക്കാനാ? വിഷമിക്കട്ടെ എന്നാ. എടാ അതൊക്കെ ഇട്ടാൽ ചാടി ചാടി പോടാ, പിന്നെ എനിക്ക് പറിക്കാൻ സമയം ഉണ്ടാവുള്ളൂ. സമാധാനപരമായിട്ടുള്ള കല്ലേ ചവിട്ടും പോലെ ചക്കര. പെട്ട് അടികളാ പന്ന. പുലി ഫാമിലി ഉള്ളതാണ്. നല്ല ഉത്തരണ്ടല്ലോ, നാടൻ പറയാൻ തോന്നിട്ട് പറ്റിച്ച ആരോ പറഞ്ഞു എൻ്റെ മുഖത്ത്. ഗൈസ് 3 വരാലും ഒരു എന്താ പേര് ചക്കര ഇട്ടിട്ടുണ്ട്. ഇനി ഏതാടാ നീ മുണ്ടിട്ട് പിടിക്കണപ്പ എന്താ? അപ്പൊ നീ എങ്ങനെ എന്തേലൊക്കെ തരും? ഈ വലയാ? ഈ വല ഉടക്കും അതമയത്ത്. ഈ വല ഉടക്കുമെന്ന് അല്ല, ഈ വല കേർത്തുമില്ല. ബാക്കി അങ്ങോട്ട് പോവോ? ഞാൻ മുണ്ടിട്ടൊന്ന് പൊക്കാൻ ഇപ്പൊ വായന നടക്കും. അവന്റെ തലേ കണ്ട പാടായക്കണ്ട ഒരു വെള്ളപ്പാട്. തല നീ പിന്നെ പിടിക്കാറിയുമ്പോ ചാടിയത് ഇടടാ, നീ വാനക്കോ അത്. ഇടങ്ങട്. ഇട്, തല പൊക്ക്, തല മുട്ട്, തല അങ്ങ് പിടിക്കങ്ങട്. വേഗം പിടിക്കും സമയങ്ങളല്ലേ. പേടിയാണ് പോലും പേര്. നീരോട്ട് കയറ്റി ഇതുകൊണ്ടാ നമുക്കറിയാലോ. പയ്യെ പൊക്കിങ്ങ വലിയ അനക്കങ്ങളൊന്നും ഉണ്ടാക്കാതെ കൊണ്ടുപോവുക. എൻ്റെ പൊന്നേമരി കിടന്നാ ഭാഗ്യം. കുറച്ച് പാടേ മേത്തായിട്ടുള്ളൂ. അയ്യോ പിടിച്ചാ ഗൈസ് അലിഗേറ്റർ കടിച്ചു ഗൈസ്.
ഇത് ഏത് ചോര? ഇത് എന്റെ സ്വന്തം ചോര. അതല്ല, ഇത് എവിടെ നിന്ന് ചോര? ആർക്കറിയാം എന്തിന്റെ ചോര. എന്താ കുട്ടി കടിച്ച വരാനാണോ? എവിടുന്നോ ചോര. ചോരയെങ്കിൽ ചോര, റീച്ചെങ്കിൽ റീച്ച്. ഒരാളുടെയാ? ഒരാൾ കടിച്ചാ? വലിയ വായ്ക്കത്ത് കൈ പോലെ. എന്റെ ഈ ചെറുത് അങ്ങനെ കടിക്കോ? എൻ്റെ പൊന്നെ, ഇവൻ ഈ ജീവനാണെങ്കിൽ മറ്റവന്മാരും പറയണ്ട. പുറകെ ഉണ്ട് കായ്സ് ഇട്ടോ. ഇട്ടുമാനെ അയ്യോ, ഇപ്പൊ ചവറ് വീഴും. കൊല്ലണ്ട എന്ന് വെച്ചിട്ടാണ് പിടിക്കാത്തത്. കാണാൻ മേലാത്ത വെള്ളത്തിൽ നിന്ന് വരാനുള്ള പിടിക്കുന്ന അങ്ങനത്തെയാണ് കളിക്കാൻ നോക്കണം. നമ്മുടെ പയ്യെ പൊക്കിയിട്, ബലം പിടിക്കണ്ട. പൊക്കിങ് എടുക്ക്, കൈ കൊണ്ട് പൊക്കി എടുക്കടാ. ആ അങ്ങനെ തന്നെ പൊക്ക്, മേലോട്ട് പൊക്ക്. ഇല്ലെന്നേ, പയ്യെ പയ്യെ നീ ഒന്ന് കാണും. ആ അടിയോട്ട് തന്നെ കടിക്കാവുന്നടാ. സത്യമായിട്ട് വീഡിയോയിലുണ്ട്. പൊക്ക് പൊക്ക്, പയ്യെ 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 പൊക്ക്. അങ്ങനെയല്ല, അതെ സ്നേഹിച്ച് പിടിക്കണം. ഇപ്പം ഇത് കണ്ട, ഇത് കണ്ട, അല്ല കണ്ടോ? മാങ്ങത്തെ ഇതിനെ കുളിപ്പിച്ച് പൊന്നെ. ആ കൊണ്ടുവാ ഗായ്സ്. ഇതാണ് നീലവാഹ എന്ന് പറഞ്ഞ എല്ലാവരും കൂടി കിടന്ന്. ഇവിടെ കൊട്ടക്കാത്രൊക്കെ ഭയങ്കര ചവറാവും. ലോക്കൽ സെറ്റപ്പ് ആയി കേട്ടാ. ചാനലിന്റെ പേരിന് അഭികീർത്തി വരുത്താൻ വേണ്ടിട്ട് ഓരോ വാണാലികൾ. കൊട്ടക്ക ആദ്യമായിട്ട് ആയിരിക്കും കൊട്ടയിൽ അൺബോക്സ് ചെയ്യണത്. യൂട്യൂബിന് ചേർത്തില്ല, അതായിരിക്കും ചോറ് കോരണ കൊട്ടയിൽ വരാലിനെ പിടിക്കണത്. സംഭവിച്ചാലേ വല എടുത്ത പണിയാ. കാണാൻ പറ്റില്ല രണ്ടിന്. ഓ വാവ്, എന്താ പറ്റുള്ള ചാട്ടം ഗൈസ്. അങ്ങനെ തുടർച്ചയായ 3ാമത്തെ വർഷമാണ്. അവൻ്റെ മേത്തുള്ള മണ്ണായിരുന്നു തൂത്ത് കളഞ്ഞ കൈ കൊണ്ട്. മണ്ണല്ലോ കൊട്ടക്കാത്ത് എടുക്കാൻ പറ്റില്ലെങ്കിൽ മറ്റേ ചട്ടി മറ്റേ മരക്കാത്തെടുത്തോ. അതിനെടുത്ത് കഴിഞ്ഞാൽ അഴുക്കാവും. കൊട്ടക്കാത്ത് പറ്റുമെങ്കിൽ എടുത്തോ. വേഗം പൊക്കിങ്ങ കൊണ്ടത്. എടുത്തോണേ എടുത്തോണേ. നീ കൈ എടുക്കാൻ പോണ? അല്ലല്ല, കൊണ്ടുപോയി ആ ദേ അവൻ്റെ പല്ല ഇവിടെ ഉടക്കിയിട്ടുണ്ട്. കൊട്ട അധികം മുട്ടിക്കണം, ചിലപ്പോൾ ഹോള് വീഴുവേ. അവൻ ലോക്കായിരിക്കും അവിടെ. അവൻ കടിച്ചിരിക്കുവാണോ? എടാ അവന് കൊട്ടേന്ന് കടിവിടാൻ പറയടാ. കൊട്ടേനെ കൊന്നുകൊണ്ടേക്കേ. ഓ അങ്ങനെ നമ്മുടെ ടർപ്പോള മാറ്റൽ കഴിഞ്ഞിരിക്കുകയാണ്.